എന്റെ കുഞ്ഞുണ്ണി വന്നില്ലേ ഇനി? എന്റെ ദേവി, ഇന്നലെ രാത്രി മുതൽ ഒന്ന് കാണാനില്ല. എന്റെ കുഞ്ഞുണ്ണി എങ്ങടാ പോയേ? അറിയില്ല. ആരോടും പറഞ്ഞില്ലേ? എനിക്കറിയില്ല ഏട്ടത്തി. എന്നോട് പറഞ്ഞിട്ടല്ലല്ലോ അവന്റെ പോക്കും വരും. ദീപാവലി കുളിച്ച് നടക്കട്ടെ, അനുഭവിക്കും. ഈശ്വര, ഈ തുമ്പപ്പൂ നിറമുള്ള പാര അടുത്തിരുന്ന് എന്തൊക്കെയോ ഓതി കൊടുത്തിരിക്കണാവോ. അതെ, കുഞ്ഞിനേട്ടൻ എവിടേക്കാ പോയെന്ന് ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ആദ്യമ വിഷമിക്കണ്ടേട്ടോ. കുഞ്ഞിനേട്ടനെ വല്ല വീടോ പറമ്പോ തടഞ്ഞിട്ടുണ്ടാവും. അത് നോക്കാൻ വേണ്ടി പോയതാ. വേണ്ട തുളസി, നിന്റെ ചക്കര പുരട്ടിയ മധുരഭാഷണം കേൾക്കണ്ട ഇപ്പൊ. ഒന്ന് നോക്ക് പാറു, അവന്റെ ഫോൺ ഇപ്പോഴും എടുക്കണില്ലേന്ന്. ഒരക്ഷരം മിണ്ടണില്ല. അത് ഇപ്പോഴും ചത്തു കിടക്കുക. ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ നീ ഉത്തരം പറഞ്ഞാ മതി. ഓഫീസിൽ നിന്ന് കുഞ്ഞുണ്ണി നേരെ എങ്ങടാ പോയത്? നിനക്കറിയാം, സത്യം പറയാ നീ. പിഷാരടി, ഓഫീസിലുള്ള APനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അവന്റെ സെക്രട്ടറിയോട് ചോദിച്ചു നോക്കൂ. ആള് മുമ്പിൽ നിക്കണുണ്ടല്ലോ. സെക്രട്ടറിയോ? അതാരാ? ദാ നിക്കണു അവന്റെ കയ്യേണി. ചോദിക്കേണ്ട പോലെ ഇവളോട് അങ്ങോട്ട് ചോദിക്കാത്ത തന്റെ മോളല്ലേ? അച്ഛാ, എനിക്കറിയില്ല. അറിയാം. മര്യാദക്ക് നീ സത്യം പറയോ. കുഞ്ഞുണ്ണി എവിടേക്കാ പോയത്? കിന്നരിക്കേണ്ട നേര് പറഞ്ഞു നീ. പറയടി, ഉണ്ണി എവിടെ? കുഞ്ഞിനേട്ടൻ ചെമ്പ്രയിലേക്കാ പോയത്. ചതിച്ചോ എന്റെ ഭഗവതി. ചെമ്പരപ്പുഴയിലൊരു ശവം കൂടി വീട്. എടോ വിഷഹാരി, ചൂണ്ട കുഞ്ഞുണ്ണിയുടെ ശവത്തെ കൊത്തി വലിച്ചോണ്ട് വരുന്ന കാണണ്ടല്ല. വേണം. ചൂണ്ട ആരാ മോൻ? കൊല്ലക്കുറുപ്പല്ലേ? കൊത്താൻ പറഞ്ഞാ കൊന്നിട്ട് വരുന്നില്ലേ അവൻ? തിരുമേനി, ആരാ വരുന്നത്? പത്തിപൊന്തി വെമ്പാലെ പോലാണല്ലോ അവന്റെ വരവ്. പറടാ, ആരാ നിന്നെ അയച്ചത്? ആളെ കാണിച്ചതാടാ. എടാ ചൂണ്ടേ, എന്താ സംഭവിച്ചത്? നീയല്ലേ ഇന്നലെ ചേലക്കര ഷാപ്പിൽ നിന്ന് പൊക്കിയത്? അല്ല. അതെ. അത് പിന്നെ കള്ളുപിടിച്ച് വിറ്റായപ്പോ സാറിന് കാർ ഓടിക്കാൻ പറ്റാണ്ടായപ്പോ ഷാപ്പുകാരനെ വിളിച്ചത്. കള്ളം വിളിച്ചതല്ല, നീ സ്വയം ഏറ്റെടുത്തതാ. നീ ഷാപ്പിലുണ്ടായിരുന്നു. നീ എന്നെ വഴി തള്ളി നിന്നിട്ട് ഇവിടെ പൊങ്ങി. പറടാ, നീ ഏത് ബ്രോക്കറുടെ ഏജന്റാ? വാങ്ങാൻ ചാടി പുറപ്പെട്ടപ്പോ ഈ നാടിന്റെ ചരിത്രം ഒന്നും പഠിച്ചില്ലല്ലേ? പഠിപ്പിച്ചു തരാൻ നിങ്ങളാണോ ഇവിടത്തെ ചരിത്രകാരൻ? അല്ല. 8-16 എടുക്കല്ലേ മൂപ്പിന്നെ. കച്ചവടം മുടക്കാൻ വരുന്നവനൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് കുഞ്ഞുണ്ണിക്ക് നന്നായിട്ട് പോട്ടെ സാറേ, പോട്ടെ. ആര് സാറിനോട് കലമ്പാ നിക്കണ്ട. 6-ാം നമ്പർ ആറാട്ട് കൊമ്പനായി സാറ്. സാറ് തന്നെ വാങ്ങും. ചില്ലറ വല്ലതും വേണമെങ്കിൽ സാറ് നമുക്ക് തരും. ഒന്ന് മാറിയേ ജോത്സ്ന, സാറ്. സാർ, വെളുപ്പിന് മുതൽ അന്വേഷിച്ച് നടക്കുക ഞങ്ങള്. ചേലക്കര ഷാപ്പിൽ കാറ് കിടക്കുന്ന കണ്ടു. അവരെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. ആ ബ്രോക്കർ എടപ്പാൾ ഗിരീശനെ നിനക്ക് എങ്ങനെയാ പരിചയം എന്ന് പറഞ്ഞത്? സാർ, അത് എനിക്ക് പരിചയമൊന്നുമില്ല. അത് അയാള് നേരിട്ട് ഓഫീസിൽ വന്ന് പരിചയപ്പെട്ട. വാസോ, നീ എന്റെ ഒരുപാട് മേടിച്ചതല്ലേ? ഇത്തിരി എണ്ണ മേടിച്ചിട്ട് നല്ലോണം പുഴുങ്ങി കുളിക്കും. സാർ, അത് നല്ല മനയാണോ? കണ്ടിട്ട് എന്തായി? ഈ ഭൂമിയിൽ എന്നെ മോഹിപ്പിച്ചതൊക്കെ മോഹവില കൊടുത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഈ മനയും വാങ്ങും. അച്ഛാ, എവിടെയാണ് നമുക്ക് പഴിച്ചത്? ഇന്നൊരു സുദിനമാവുന്ന ഞാൻ വിചാരിച്ചത്. അച്ഛനെ പോലെ എനിക്കും കൊതിയുണ്ട് അവന്റെ ശവം കാണാൻ. അവനെ ഞാൻ ആട്ടിത്തെളിച്ച് കൂട്ടിക്കയറ്റി തന്നില്ലേ? അവിടെ ഇട്ട് വെട്ടിക്കൊല്ലാൻ അച്ഛനൊരു മകനില്ലാതെ പോയല്ലോ. ആരാണാവോ? ചെമ്പ്ര വന്നു കയറിട്ട് അവനെ തല്ലിക്കൊല്ലാതെ പറഞ്ഞു വിട്ടില്ലേ? ചുണയില്ലാത്ത ആ വികടൻ ഏനാണോ? മിണ്ടരുത്. നിന്റെ പുരുഷനൊരു വിഡ്ഢി പൊങ്ങനാണ്, മാംസപിണ്ഡം. അവനെ കിട്ടാൻ ഓരോ ദിവസവും ഓരോ യുഗം പോലെ തള്ളി നീക്കിയവനാണ് ഞാൻ. എന്നിട്ടിപ്പൊ കൈ വന്നു കേറിയപ്പോ ദാ നിൽക്കുന്നൊരു പൊണ്ണത്തടിയൻ എന്തിന് കൊള്ളാം. അവന് കളരി അറിയാവുന്ന കാര്യം എന്നോടാരും പറഞ്ഞില്ലായിരുന്നു. ലക്ഷണം കണ്ടിട്ട് ആയുസ് മാത്രമല്ല, കുറച്ച് ഭാഗ്യവും മണ്ടയിലുള്ളവനവൻ. അതുകൊണ്ടാ കന്യങ്കൻ തന്നെ അരസിപ്പോയത്.
പാവം ആ ഡ്രൈവർ കുട്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു. അച്ഛാ കുഞ്ഞുണ്ണി കടവ് കടന്നു വരുമ്പോ ഞങ്ങൾ അവിടെ ആയുധമായിട്ട് കാത്തു നിപ്പുണ്ടായിരുന്നു അല്ലേ വാസു? വാള് പിടിച്ച് കാവല് നിപ്പുണ്ടായിരുന്നു. അച്ഛാ പെട്ടെന്ന് ആരോ ഞങ്ങളുടെ പിന്നി നിൽക്കുന്നതായിട്ടൊരു തോന്നലല്ല സത്യവാ. പിന്നെ പാലപ്പൂവിന്റെ മണവും വടക്കിലിക്കും. സാവിത്രി യക്ഷി വിളയാട്ടമുള്ള സ്ഥലമല്ലേ തിരുമേനി? അതും വെള്ളിയാഴ്ച. അതെ, അതുകൊണ്ട് കൊല്ലുന്നത് പകൽ വെളിച്ചത്തിലാകാന്ന് കരുതി. നേരം വെളുത്തിട്ട് ഇയാള് കുറെ ഒലത്തി. നിനക്കൊക്കെ ഇവിടെ ധർമ്മപ്പുല്ല് തിന്ന് മാംസം വരിപ്പിച്ച് നിൽക്കാൻ അറിയൂ. പടവെട്ടാൻ വേറെ ആളെ വരുത്തണം. ആത്തേമേ, നാട് വിട്ടുപോയ ഉണ്ണിമാൻ തിരിച്ചെത്തിട്ടോ. ഒച്ചവച്ചകത്തുള്ളവരെ മുഴുവൻ അറിയിച്ച കൊന്നോളെ ഞാൻ. റായ് സർ, വിളിച്ചോണ്ട് പോരണ്ടേ? ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പോകുന്ന സാബിയുടെ മാളിന്റെ ഡിസൈൻ എനിക്ക് കിട്ടണം. ചെയ്യാം സർ. ചെല്ലേ. വാ 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 വാ.